Hi all, welcome to Wings to Win Education. തിയറി ഓഫ് ഗെയിംസ് എന്താണെന്ന് നോക്കാം. ഗെയിം തിയറി ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ഹാവിംഗ് ഇറ്റ്സ് ഒറിജിൻസ് ഇൻ ദി മിഡ് 19th century with the publication in 1838 of Augustine Cournot's researches into the mathematical principles of the theory of wealth, in which he attempted to explain the underlying rules governing the behavior of duopolies. അതായത് ഗെയിം തിയറിയുടെ ഫസ്റ്റ് ഒറിജിൻ എന്ന് പറയുന്നത് 1838 അഗസ്റ്റിൻ കൂർണോട്ടിൻ്റെ റിസർച്ചിലേക്ക് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തത് വഴിയാണ്. അതിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഡിയോപോളിസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത്, എങ്ങനെയാണ് ഒരു ഡിയോപോളിസി ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. However, it was the publication in 1944 of John von Neumann and Oscar Morgenstern's The Theory of Games and Economic Behavior that the modern principles of game theory were formulated. പക്ഷേ മോഡേൺ ഗെയിം തിയറിയുടെ പ്രിൻസിപ്പിൾസും അതിൻ്റെ റൂൾസും എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1944 ന്യൂമാനും മോർഗൻസ്റ്റേണും കൂടെ ചേർന്നിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ദ തിയറി ഓഫ് ഗെയിംസ് ആൻഡ് എക്കണോമിക് ബിഹേവിയർ എന്ന് പറയുന്ന വർക്കിലൂടെയാണ്. Game theory has been widely applied to the behavior of producers with a few or only one competitor. അതായത് ഗെയിം തിയറി എന്ന് പറയുന്നത് വൈഡ്ലി അപ്ലൈഡ് ആയിട്ടുള്ള ഒന്നാണ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒന്നോ അതിൽ കൂടുതലോ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കോമ്പറ്റീറ്റേഴ്സിൻ്റെയും ബിഹേവിയറിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഗെയിം തിയറി അപ്ലൈ ചെയ്യും. Game theory attempts to find the solution to the problems of duopoly, oligopoly and bilateral monopoly. ഇത്തരത്തിൽ വരുന്ന ഡിയോപോളി ആവട്ടെ, ഒലിഗോപോളി ആവട്ടെ, ബൈലാറ്ററൽ മൊണോപോളി ആവട്ടെ, ഇവരുടെയൊക്കെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് ഗെയിം തിയറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. The idea behind game theory is that each participant in a game is confronted with a situation whose outcome depends not only on his own strategies but also upon the strategies of his opponent. ഈ ഒരു ഗെയിം തിയറിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റഡ് ചെയ്തിട്ടാണ്? ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലെയറുടെ ഔട്ട്കം എന്ന് പറയുന്നത് അവരുടെ സ്ട്രാറ്റജി മാത്രം ബേസ് ചെയ്തിട്ടല്ല, അവരുടെ ഒപ്പോണൻസിൻ്റെ സ്ട്രാറ്റജീസും കൂടെ കണക്കിലെടുത്തിട്ട് അവർക്കൊരു സ്ട്രാറ്റജി മുന്നോട്ട് വെക്കാനാവൂ എന്നുള്ളതാണ് ഗെയിം തിയറിക്ക് പിന്നിലുള്ള മെയിൻ ഐഡിയ. A game has set rules and procedures with 2 or more participants follow. ഗെയിം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. റൂൾസും പ്രൊസീജിയേഴ്സിൻ്റെയും ഒരു സെറ്റാണ്. 2 or more participants follow. 2 അതിൽ കൂടുതലോ പാർട്ടിസിപ്പൻസ് ഫോളോ ചെയ്യുന്ന റൂൾസിൻ്റെയും പ്രൊസീജിയറിൻ്റെയും സെറ്റിനെയാണ് ഒരു ഗെയിം എന്ന് പറയുന്നത്. എ പാർട്ടിസിപ്പൻറ്റ് ഈസ് കോൾഡ് എ പ്ലെയർ. ഇങ്ങനെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻറ്റിനെയാണ് പ്ലെയർ എന്ന് വിളിക്കുന്നത്. A strategy is a particular application of the rules leading to specific result. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയുടെ അപ്ലിക്കേഷൻ എന്തിലേക്ക് നയിക്കുന്നുണ്ട്? സ്പെസിഫിക് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നയിക്കുന്നുണ്ട്. ദി വേരിയസ് സ്ട്രാറ്റജീസ് ഫോളോഡ് ബൈ ഈച്ച് പ്ലെയർ ഇൻ റിലേഷൻ ടു ദി അതർ ഈസ് കോൾഡ് ഹിസ് പേ ഓഫ്. അതായത് ഓരോ പ്ലെയറിൻ്റെയും സ്ട്രാറ്റജീസ് അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻറ്റിനെ കൂടെ കണക്കിലെടുത്തിട്ട് മേക്ക് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെയാണ് പേ ഓഫ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദി ഔട്ട്കം ഓർ കോൺസിക്വൻസസ് ഓഫ് ഈച്ച് സ്ട്രാറ്റജി. ഈച്ച് സ്ട്രാറ്റജിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജിയുടെ കോൺസിക്വൻസ്, അനന്തരഫലത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പേ ഓഫ് എന്നുള്ളത് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ ടേബിൾ ദാറ്റ് ഗിവ്സ് ദി പേ ഓഫ് ഫ്രം ഓൾ ദി സ്ട്രാറ്റജീസ് ഓപ്പൺ ടു ദി ഫേം ആൻഡ് ദി റൈവൽസ് റെസ്പോൺസസ് ഈസ് കോൾഡ് പേ ഓഫ് മാട്രിക്സ്. ഒരു ടേബിൾ എന്തിനൊക്കെ കാണിക്കുന്ന എല്ലാ ഫേമിൻ്റെ സ്ട്രാറ്റജീസും അതിനനുസരിച്ചുള്ള ഒപ്പോണൻറ്റിൻ്റെ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ റൈവൽ ഫേമിൻ്റെ റെസ്പോൺസസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മാട്രിക്സ്, ഒരു ടേബിളിനെയാണ് പേ ഓഫ് മാട്രിക്സ് എന്ന് പറയുന്നത്. The saddle point in a game is the equilibrium point. Equilibrium പോയിന്റിനെ സാഡിൽ പോയിന്റ് എന്നാണ് പറയുന്നത്. We must distinguish between zero sum game and non-zero sum game. 2 തരത്തിലുള്ള ഗെയിമുകളുണ്ട്. ഏതൊക്കെയാണ്? സീറോ സം ഗെയിം എന്നും നോൺ സീറോ സം ഗെയിം എന്നും. അതെന്താണ്? A zero sum game is one in which the gain of one player comes at the expenses and is exactly equal to the loss of the other player. സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു 2 ഫേംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫേമിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് മറ്റൊരു ഫേമിൻ്റെ ലോസിന് ഈക്വൽ ആയിരിക്കും.
അതായത് ഒരു ഫേമിൻ്റെ ലോസ് എന്ന് പറയുന്നത് മറ്റൊരു ഫേമിൻ്റെ ഗെയിനിന് ഈക്വൽ ആയിരിക്കും. ഒരാൾക്ക് ലോസ് ഉണ്ടായാലേ മറ്റൊരാൾക്ക് ഗെയിൻ ഉണ്ടാവൂ, ഒരാൾക്ക് ഗെയിൻ ഉണ്ടായാലേ മറ്റൊരാൾക്ക് ലോസ് ഉണ്ടാവും. അതിനെയാണ് സീറോ സം ഗെയിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഫേം എ ഇൻക്രീസസ് ഇറ്റ്സ് മാർക്കറ്റ് ഷെയർ അറ്റ് എക്സ്പെൻസസ് ഓഫ് ഫേം ബി ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചേഴ്സ്. ഫേം എ എന്ന് പറയുന്ന ഫേം എ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഫേം ബിയുടെ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചറിൽ നിന്നുമാണ് ഫേം എ അവരുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേം ബിയുടെ എക്സ്പെൻസസിൽ നിന്നാണ് ഫേം എയുടെ മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സീറോ സം ഗെയിമായിട്ട് നമുക്ക് കണക്കാക്കാം. But if Fame B also increases its advertising expenditure, Fame A might not gain any market share at all. അതായത് ഫേം എ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വർടൈസിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. ഫേം ബി എന്ത് ചെയ്യുന്നില്ല? അഡ്വർടൈസിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഫേം എക്ക് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുന്നത്. അതേസമയം ഫേം ബിയും അഡ്വർടൈസിങ് സ്ട്രാറ്റജി യൂസ് ചെയ്താൽ എക്ക് എന്ത് കിട്ടില്ല? ലഭിച്ച മാർക്കറ്റ് ഷെയർ പിന്നെ ലഭിക്കില്ല. On the other hand, if Fame A increases its price and Fame B does not match the price increases, Fame A might lose market to Fame B. അതായത് ഫേം എ അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ബി പ്രൈസ് ഇൻക്രീസ് ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഫേം എക്ക് അവരുടെ മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടും, ഫേം ബിക്ക് ആ മാർക്കറ്റ് ഷെയർ ലഭിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു നഷ്ടപ്പെട്ടത് എന്തിന് ഈക്വലായി? നേടിയെടുത്തതിന് ഈക്വലായി. If the gains or losses of one firm do not come at the expense of or provide equal benefit to other firm, however, we have a non-zero sum game. അപ്പോൾ non-zero sum game എന്താണ്? സീറോ സം ഗെയിമിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? നോൺ സീറോ സം ഗെയിം എന്ന് പറയുന്നത്. നോൺ സീറോ സം ഗെയിമിൽ ഒരാളുടെ ഗെയിൻസ് മറ്റൊരാളുടെ ലോസിനോ ഒരാളുടെ ലോസ് മറ്റൊരാളുടെ ഗെയിനിനോ ഈക്വൽ ആയിരിക്കില്ല. അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. The saddle point in a game is the equilibrium point. An example, if increased advertising leads to a higher profit of both firms and we use profits rather than market share as the payoff. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം പോയിന്റ് ആണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ അഡ്വർടൈസിങ് സ്ട്രാറ്റജിയാണ് രണ്ട് പേരും യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാളുടെയും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ദിസ് കേസ് വി കുഡ് ഹാവ് എ പോസിറ്റീവ് സം ഗെയിം. ആ സമയത്ത് പോസിറ്റീവ് സം ഗെയിം ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം രണ്ടു പേർക്കും ബെനിഫിറ്റ് ആണ് ലഭിച്ചതെങ്കിൽ പോസിറ്റീവ് സം ഗെയിം ആയിരിക്കും. ഇഫ് ഇൻക്രീസ്ഡ് അഡ്വർടൈസിംഗ് റൈസസ് കോസ്റ്റ് മോർ ദാൻ റവന്യൂ ആൻഡ് ദി പ്രോഫിറ്റ് ഓഫ് ബോത്ത് ഫേംസ് ഡിക്ലൈൻ, വി ഹാവ് നെഗറ്റീവ് സം ഗെയിം. ഇനി അഡ്വർടൈസിങ് ഇൻക്രീസ് ചെയ്തത് കൊണ്ട് കോസ്റ്റ് കൂടി, റവന്യൂവിനേക്കാൾ കോസ്റ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ട് ഫേമിൻ്റെയും പ്രോഫിറ്റിൽ അത് ഡിക്ലൈനിങ് വരുത്തും. അതുകൊണ്ട് ഇത്തരം കേസിൽ രണ്ടുപേരുടെയും പ്രോഫിറ്റ് കുറയാണ് എന്നുണ്ടെങ്കിൽ എന്ത് കേസായിരിക്കും? നെഗറ്റീവ് സം ഗെയിം എന്ന് പറയുന്ന കേസായിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഡൊമിനന്റ് സ്ട്രാറ്റജി എന്താണ്? ഗെയിം തിയറിയിലെ ഡൊമിനന്റ് സ്ട്രാറ്റജി എന്ന് നോക്കാം. Simplest type of game with an industry composed of two firms A and B and a choice of two strategies for each advertise or don't advertise. നമ്മുടെ ഡൊമിനന്റ് സ്ട്രാറ്റജിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടു ഫേംസിനെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ഫേം എ ആൻഡ് ഫേം ബി. ഈ രണ്ട് ഫേംസിനും ഒരു സ്ട്രാറ്റജിയാണ് നിലനിൽക്കുന്നത്. ഒന്നെങ്കിൽ അഡ്വർടൈസ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യാതിരിക്കുക. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ആയിരിക്കണം ഏതെങ്കിലും ഒരു ഫേം എന്ത് ചെയ്യേണ്ടത്? ടേക്ക് ചെയ്യേണ്ടത്. Firm A of course expects to earn higher profit if it advertises than if doesn't. But the actual level of profit of Firm A depends also on whether Firm B advertises. Advertise ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Firm Aക്ക് എന്ത് കിട്ടും? തീർച്ചയായിട്ടും ഹയർ പ്രോഫിറ്റ് ലഭിക്കും. പക്ഷെ അത് എത്രത്തോളമാണ് ആ പ്രോഫിറ്റിന്റെ ലെവൽ എന്ന് പറയുന്നത് എന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഫേം ബിയുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. Thus each strategy by Firm A can be associated with each Firm B's strategies. ഫേം എയുടെ എല്ലാ സ്ട്രാറ്റജീസും എന്തിനോട് അസോസിയേറ്റഡ് ആണ്? ബിയുടെ സ്ട്രാറ്റജീസിനോടും കൂടി അസോസിയേറ്റഡ് ആണ്. The four possible outcomes from this simple game are illustrated below. ഇങ്ങനെ ഈ ഒരു 4 പോസിബിൾ ഔട്ട്കംസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സ്ട്രാറ്റജി വഴി ലഭിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇനി അവർ തീരുമാനമെടുക്കുന്നത് നോക്കാം. ഇവിടെ ഫേം എയുടെയാണ് കാണിച്ചിട്ടുള്ളത്, ഇവിടെ ഫേം ബിയുടെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഫസ്റ്റ് കാണുന്നത് ഫേം എയുടെയും 4, 2, 5, 3 എന്ന് പറയുന്നത് ഫേം എയുടെയും 3, 5, 1, 2 എന്ന് പറയുന്നത് ഫേം ബിയുടെയുമാണ്.
In the payoff matrix, the first number in each of the four cells refer to the payoff for ഫേം എ. ഫസ്റ്റ് കാണിക്കുന്ന 4, 2, 5, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ഫേം എയുടെ പേ ഓഫിനെയാണ് കാണിക്കുന്നത്. While the second is the payoff for ഫേം ബി. From the table, if both firms advertises, firm A will earn profit of 4 and firm B will earn profit of 3. The bottom left cell of the payoff matrix shows that if firm A doesn't advertise and firm B does, firm A will have a profit of 2 and firm B will have a profit of 5. The other payoff in the second column of the table can be interpreted in the same way. അതായത് ഫേം എ എന്ന് പറയുന്നത് അഡ്വർടൈസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഫേം എ അഡ്വർടൈസ് ചെയ്യുന്നു. അപ്പോൾ ഫേം ബിയും അഡ്വർടൈസ് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേം എക്ക് 4ഉം ഫേം ബിക്ക് 3ഉം പ്രോഫിറ്റ് ലഭിക്കും. ഇനി ഫേം എ അഡ്വർടൈസ് ചെയ്തു, ഫേം ബി അഡ്വർടൈസ് ചെയ്തില്ല. അപ്പോൾ ഫേം എക്ക് 5ഉം ഫേം ബിക്ക് 1ഉമാണ് ലഭിക്കുന്നത്. അതേസമയം ഫേം എ അഡ്വർടൈസ് ചെയ്തില്ല, ഫേം ബി അഡ്വർടൈസ് ചെയ്തു. ആ സമയത്ത് ഫേം എക്ക് 2ഉം ഫേം ബിക്ക് 5ഉമാണ് ലഭിക്കുന്നത്. ഇനി രണ്ടുപേരും അഡ്വർടൈസ് ചെയ്തില്ല എങ്കിൽ ഫേം എക്ക് 3ഉം ഫേം ബിക്ക് 2ഉമാണ് കിട്ടുന്നത്. അതായത് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഏത് ഫേമാണോ അഡ്വർടൈസ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുകയും അഡ്വർടൈസ് ചെയ്യാതിരിക്കുന്ന ഫേമിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്കം കുറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടു, അഡ്വർടൈസ് രണ്ടുപേരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. രണ്ടുപേരും അഡ്വർടൈസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 and 2 ആയിരിക്കും. 3 ഫേം എക്കും 2 ഫേം ബിക്കും. ഇനി ഒരാൾ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5, 1 ആണ്. ഫേം എ അഡ്വർടൈസ് ചെയ്താൽ ഫേം എക്ക് 5ഉം ഫേം ബി അഡ്വർടൈസ് ചെയ്തില്ലെങ്കിൽ ഫേം ബിക്ക് 1ഉമാണ്. ഇനി ഫേം എ അഡ്വർടൈസ് ചെയ്തില്ല, ഫേം ബി അഡ്വർടൈസ് ചെയ്തു. അപ്പോൾ ഫേം എക്ക് 2ഉം ഫേം ബിക്ക് 5ഉമാണ് ലഭിക്കുന്നത്. ഇതാണ് ഈ ഒരു പേ ഓഫ് കാണിക്കുന്നത്. ഇനി if firm B does advertise, we see that firm A will earn a profit of 4 if it also advertises and 2 if it doesn't. Thus firm A should advertise if firm B advertises. If firm B does not advertise, firm A would earn a profit of 5 if it advertises and 3 if it doesn't. Thus firm A should advertise whether firm B advertises or not. Firm A's profit will always be greater if it advertises than if it doesn't, regardless of what firm B does. ഇനി നമുക്ക് നോക്കാം, ഫേം എ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 ലഭിക്കും. അതുപോലെ തന്നെ മറ്റ് ഫേം 4ഉം 5ഉമാണ് ഫേം എക്ക് ലഭിക്കുന്നത്. ഫേം ബിയുടെ സ്ട്രാറ്റജിയെ കണക്കിലെടുക്കാതെ ഫേം ബി എ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 4 ലഭിക്കും അല്ലെങ്കിൽ 5 ലഭിക്കും. ഫേം എ അഡ്വർടൈസ് ചെയ്തു, ഫേം ബി അഡ്വർടൈസ് ചെയ്താലും ഫേം എക്ക് 4 ലഭിക്കുന്നുണ്ട്. ഫേം ബി അഡ്വർടൈസ് ചെയ്തില്ലെങ്കിൽ ഫേം എക്ക് 5 ലഭിക്കുന്നുണ്ട്. അതായത് അഡ്വർടൈസ് ചെയ്താൽ ഫേമിന് നല്ല തരത്തിലുള്ള ലാഭം ലഭിക്കുന്നുണ്ട്. അതിൽ ബിയുടെ സ്ട്രാറ്റജിയെ കണക്കിലെടുക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേം എക്ക് നല്ല തരത്തിലുള്ള ലാഭം അഡ്വർടൈസിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫേം എ എന്ത് തീരുമാനിക്കും, അഡ്വർടൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കും. പക്ഷെ ഫേം ബിയുടെ സ്ട്രാറ്റജിയെ കണക്കിലെടുക്കാതെ തന്നെ എന്ത് ചെയ്യും, ഫേം എ അഡ്വർടൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കും. ഇനി അതായത് ഫേം എ അഡ്വർടൈസ് ചെയ്തിട്ടില്ലെങ്കിൽ 2ഉം 3ഉമാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് ഈ 4നേക്കാൾ കുറവാണ് അല്ലേ. അഡ്വർടൈസ് ഏറ്റവും കുറഞ്ഞത് 4 ലഭിക്കും, മാക്സിമം 5 ലഭിക്കും. ഈ മാക്സിമം എങ്ങനെയാണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഫേം ബിയുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഫേം ബിയുടെ സ്ട്രാറ്റജിയെ കണക്കിലെടുക്കാതെ തന്നെ ഫേം എക്ക് എന്ത് കിട്ടുന്നുണ്ട്, നല്ലൊരു ലാഭം കിട്ടുന്നുണ്ട്. 4ഉം 5ഉമാണ്. അതിൽ അഡ്വർടൈസ് ഫേം ബിയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 ലഭിക്കും, ഒരു പ്രോഫിറ്റിൻ്റെ കുറവേ വരുന്നുള്ളൂ. ഇനി ഫേം ബി അഡ്വർടൈസ് ചെയ്തില്ലെങ്കിൽ 5ഉം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഫേം ബിയുടെ സ്ട്രാറ്റജിയെ ആർക്ക് കണക്കിലെടുക്കേണ്ടതില്ല, ഫേം എക്ക് കണക്കിലെടുക്കേണ്ടതില്ല. ഫേം ബിയുടെ സ്ട്രാറ്റജിയെ കണക്കിലെടുക്കാതെ തന്നെ ഫേം എക്ക് ഒരു സ്ട്രാറ്റജി അവിടെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. ആ സ്ട്രാറ്റജിയാണ് ടു അഡ്വർടൈസ് എന്നുള്ളത്. Can say that advertising is the dominant strategy for ഫേം എ. അതുകൊണ്ട് നമുക്ക് പറയാം ഫേം എക്ക് ഒരു ഡൊമിനന്റ് സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ട് ഡൊമിനന്റ് സ്ട്രാറ്റജി ഈസ് ദി ഒപ്റ്റിമൽ ചോയ്സ് ഫോർ പ്ലെയർ നോ മാറ്റർ വാട്ട് ദി ഒപ്പോണന്റ് ഡസ്. ദി സെയിം ഈസ് ട്രൂ ഫോർ ഫേം ബി. വാട്ട് എവർ ഫേം എ ഡസ് ഇറ്റ് ഓൾവേസ് പേ ഫോർ ഫേം ബി ടു അഡ്വർടൈസ്. അതായത് ഡൊമിനന്റ് സ്ട്രാറ്റജി ഫേം എക്കും ഫേം ബിക്കും ഇവിടെ ഉണ്ട്. കാരണം ഫേം ബി അഡ്വർടൈസ് ചെയ്താൽ മാക്സിമം 5ഉം
രണ്ട് ഫെയിം അഡ്വർടൈസ് ചെയ്താൽ 5ഉം 2ഉമാണ് ലഭിക്കുന്നത്. ഇനി അഡ്വർടൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫെയിം ബി അഡ്വർടൈസ് ചെയ്താൽ 5ഉം 3ഉമാണ് ലഭിക്കുന്നത്. ഇനി ഫെയിം ബി അഡ്വർടൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 2ഉം 1ഉമാണ് ലഭിക്കുന്നത്. അവർക്കും എന്താണ് ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് അഡ്വർടൈസ് ചെയ്തെങ്കിൽ തന്നെയാണ്. അതുകൊണ്ട് ഫെയിം ബിക്കും എന്തുണ്ട്, ഇവിടെ ഒരു ഡൊമിനന്റ് സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ട് ഡൊമിനന്റ് സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡൊമിനന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഫെയിമിന് അവരുടെ ഒപ്പോണന്റിനെ കണക്കിലെടുക്കാതെ തന്നെ, ഒപ്പോണന്റിന്റെ സ്ട്രാറ്റജിയെ കണക്കിലെടുക്കാതെ തന്നെ, അതിനെ കൺസിഡർ ചെയ്യാതെ തന്നെ സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി, ലാഭകരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡൊമിനന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഒപ്പോണന്റിന്റെ സ്ട്രാറ്റജിയെ കൺസിഡർ ചെയ്യാതെ തന്നെ സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ലാഭം ലഭിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡൊമിനന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇവിടെ അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ഡൊമിനന്റ് സ്ട്രാറ്റജി. അഡ്വർടൈസ് ചെയ്യുന്നത് വഴി അവരുടെ ഒപ്പോണന്റിനെ കണക്കിലെടുക്കാതെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ മാക്സിമം ലാഭം ലഭിക്കുന്നത് രണ്ടു പേർക്കും അഡ്വർടൈസ് ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഫെയിമും എന്തിന് തയ്യാറാവും, അഡ്വർടൈസ് ചെയ്യാൻ, അവരുടെ ഒപ്പോണന്റ് ഫെയിമിനെ കണക്കിലെടുക്കാതെ അഡ്വർടൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകും. ഇനി നാഷ് ഇക്വിലിബ്രിയം. എന്താണ് നാഷ് ഇക്വിലിബ്രിയം? ദി ഓൾ ഗെയിംസ് ഹാവ് എ ഡൊമിനന്റ് സ്ട്രാറ്റജി ഫോർ ഈച്ച് പ്ലെയർ however. An example of this is shown in the below figure. ഗെയിമിന് എന്താണ് ഡൊമിനന്റ് സ്ട്രാറ്റജി നമ്മൾ നേരത്തെ കണ്ടു. ഫസ്റ്റ് നമ്പർ ഇൻ ദി ബോട്ടം റൈറ്റ് സെൽ വാസ് ചേഞ്ച്ഡ് ഫ്രം 3 to 6. Now ഫെയിം ബി ഹാസ് ഡൊമിനന്റ് സ്ട്രാറ്റജി ബട്ട് ഫെയിം എ ഡസ് നോട്ട്. ദി ഡൊമിനന്റ് സ്ട്രാറ്റജി ഫോർ ഫെയിം ബി ഈസ് ടു അഡ്വർടൈസ് വെദർ ഫെയിം എ അഡ്വർടൈസസ് ഓർ നോട്ട്. ഇവിടെ നമ്മൾ നേരത്തെ ഡൊമിനന്റ് സ്ട്രാറ്റജി കണ്ടല്ലോ. ആ ഡൊമിനന്റ് സ്ട്രാറ്റജിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് പേ ഓഫ് സൃഷ്ടിക്കുന്നത്, അതുവഴി എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് നാഷ് ഇക്വിലിബ്രിയം കാണിക്കുന്നത്. ഇവിടെ 4-3 എന്നുള്ളത് ഫെയിം എ അഡ്വർടൈസ് ചെയ്താൽ ഫെയിം എക്ക് എന്ത് ലഭിക്കും, ഫെയിം ബിയുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് മാറ്റം വരും അല്ലേ. ഫെയിം ബിയും അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെയിം എക്ക് 4ഉം, ഫെയിം ബി അഡ്വർടൈസ് ചെയ്തില്ലെങ്കിൽ ഫെയിം എക്ക് 5ഉം ലഭിക്കും. എന്നാൽ ഫെയിം എ അഡ്വർടൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫെയിം ബി അഡ്വർടൈസ് ചെയ്താൽ ഫെയിം എക്ക് 2ഉം, ഫെയിം ബി അഡ്വർടൈസ് ചെയ്തില്ല, രണ്ടുപേരും അഡ്വർടൈസ് ചെയ്തില്ലെങ്കിൽ ഫെയിം എക്ക് 6ഉം ലഭിക്കും. ഫെയിം എക്ക് 6ഉം ലഭിക്കും. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫെയിം ബി അഡ്വർടൈസ് ചെയ്താൽ 3 ലഭിക്കും. എങ്ങനെയാണെങ്കിൽ ഫെയിം എ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അഡ്വർടൈസ് ചെയ്താൽ ഫെയിം ബിക്ക് 3 ലഭിക്കും. ഇനി ഫെയിം എ അഡ്വർടൈസ് ചെയ്തില്ല, ഫെയിം ബി അഡ്വർടൈസ് ചെയ്തു, ആ സമയം ഫെയിം ബിക്ക് 5ഉം ലഭിക്കും. അതുപോലെ തന്നെ രണ്ടുപേരും അഡ്വർടൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫെയിം ബിക്ക് 2 ആയിരിക്കും. അതേസമയം രണ്ടുപേരും അഡ്വർടൈസ് ചെയ്യാതിരുന്നാൽ ഫെയിം എക്ക് 6 ലഭിക്കുന്നുണ്ട്. ഇനി ഫെയിം ബി അഡ്വർടൈസ് ചെയ്തില്ല, ഫെയിം എ അഡ്വർടൈസ് ചെയ്തു, അപ്പോൾ ഫെയിം ബിയുടെ പ്രോഫിറ്റ് നന്നായിട്ട് കുറയും, അത് ഔട്ട്കം നന്നായിട്ട് കുറഞ്ഞിട്ട് 1ലേക്ക് വരും. ഇതാണ് ഈ ഒരു പേ ഓഫിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫെയിം എ however has no dominant strategy now. ഇപ്പോൾ ഫെയിം എക്ക് എന്തില്ല, ഒരു ഡൊമിനന്റ് സ്ട്രാറ്റജി ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഫെയിം എക്ക് ഈ 4 സ്ട്രാറ്റജിയിലും ബെസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. ആ 6 എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഈ ഒരു ഫെയിം ബിയുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഫെയിം എക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല, അവരുടെ ഫെയിം ബിയുടെ സ്ട്രാറ്റജിയും കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ ഫെയിം എക്ക് ഒരു നല്ല പ്രോഫിറ്റ് ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ഫെയിം എക്ക് ഇവിടെ എന്തില്ല, ഡൊമിനന്റ് സ്ട്രാറ്റജി ഇല്ല. പക്ഷെ ഫെയിം ബിക്ക് ഇവിടെ ഡൊമിനന്റ് സ്ട്രാറ്റജി ഉണ്ട്. കാരണം ഫെയിം ബിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നത് 5 ആണ്. അപ്പോൾ ഈ 5 ലഭിക്കുന്നത് അഡ്വർടൈസ് ചെയ്താലാണ്. അഡ്വർടൈസ് ചെയ്താൽ എന്താണ് 5 ലഭിക്കും, അഡ്വർടൈസ് ചെയ്തിട്ടില്ല. ഇനി ഫെയിം എ ബി അഡ്വർടൈസ് ചെയ്തു, ഫെയിം ബി അഡ്വർടൈസ് ചെയ്തില്ല, അപ്പോൾ 5 ലഭിക്കും. ഇനി ഫെയിം ബി അഡ്വർടൈസ് ചെയ്തു, ഫെയിം എയും അഡ്വർടൈസ് ചെയ്തു, എങ്കിലും 3 ആണ് ലഭിക്കുന്നത്. ഈ 3ഉം 5ഉം 2 and 1നേക്കാൾ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് ഫെയിം എക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് അഡ്വർടൈസ് ചെയ്താലാണ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫെയിം ബിയുടെ ഡൊമിനന്റ് സ്ട്രാറ്റജി. പക്ഷെ ഫെയിം എക്ക് ഇവിടെ ഒരു ഡൊമിനന്റ് സ്ട്രാറ്റജി ഇല്ല. കാരണം രണ്ടുപേരും അഡ്വർടൈസ് ചെയ്യാതിരുന്നാൽ 6 ലഭിക്കും. ഇനി അത് കാരണം ഫെയിം എ അഡ്വർടൈസ് ചെയ്യാതിരുന്നാൽ ഫെയിം ബി അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ്, ഫെയിം എയുടെ പ്രോഫിറ്റ് നന്നായിട്ട് കുറയും, 2ലേക്ക് എത്തും. അതുകൊണ്ട്
അഡ്വർടൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അഡ്വർടൈസ് ചെയ്താൽ ഫെയിം ബി അഡ്വർടൈസ് ചെയ്താലും 4 ലഭിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഡൊമിനന്റ് സ്ട്രാറ്റജി ഉണ്ട് എന്ന് പറയാനാവില്ല. ആർക്ക്? ഫെയിം എക്ക്. ഈ ഫെയിം ബി അഡ്വർടൈസസ് ഫെയിം എ earns a profit of 4 if it advertises and 2 if it does not. അല്ലെ, ഫെയിം എ അഡ്വർടൈസ് ചെയ്തു, അപ്പോൾ 4 ലഭിക്കും. എങ്ങനെയാണെങ്കിൽ ഫെയിം എയും ഫെയിം ബിയും അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെയിം എക്ക് 4 ലഭിക്കും. ഇനി ഫെയിം ബി അഡ്വർടൈസ് ചെയ്തു, ഫെയിം എ അഡ്വർടൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് 4ലേക്ക് 2 പ്രോഫിറ്റ് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ഔട്ട്കംസ് കുറഞ്ഞിട്ട് 2ലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ദസ് ഈ ഫെയിം ബി അഡ്വർടൈസിങ് എ ഷുഡ് ഓൾസോ അഡ്വർടൈസസ്. അതുകൊണ്ട് ഫെയിം ബി അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെയിം എക്ക് അഡ്വർടൈസ് ചെയ്യുന്നതാണ് ലാഭകരം. എന്നാൽ ഫെയിം ബി അഡ്വർടൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫെയിം എക്ക് എന്താണ് ലാഭകരം? അഡ്വർടൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫെയിം എക്ക് ഇവിടെ എന്തില്ല? ഒരു ഡൊമിനന്റ് സ്ട്രാറ്റജി നിലനിൽക്കുന്നതായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഫെയിം ബിയുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. എന്നാൽ ഫെയിം ബിയുടെ കേസ് ഇരിക്കട്ടെ, അവർക്ക് ഫെയിം എ അഡ്വർടൈസ് ചെയ്താലും അഡ്വർടൈസ് ചെയ്തിട്ടില്ലെങ്കിലും ലാഭകരമായിട്ടുള്ളത് എന്താണ്? ഫെയിം ബി അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫെയിം ബിക്ക് ഇവിടെ എന്തുണ്ട്? ഡൊമിനന്റ് സ്ട്രാറ്റജി ഉണ്ട്. Thus, fame A should advertise if fame B does, and it should not if the fame does not. So, fame A depends upon the strategy of fame B. അതുകൊണ്ട് തന്നെ ഫെയിം ബിയുടെ സ്ട്രാറ്റജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആരുടെ സ്ട്രാറ്റജി നിലനിൽക്കുന്നത്? ഫെയിം എയുടെ സ്ട്രാറ്റജി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഫെയിം എക്ക് എന്തില്ല? ഡൊമിനന്റ് സ്ട്രാറ്റജി ഇല്ല എന്ന് പറയാം. So fame A depends upon the strategy of fame B. In order to fame A to determine whether to advertise, fame A must first try to determine what fame B will do. If fame A knows the payoff matrix, it can figure out that if fame B has the dominant strategy of advertising. Therefore, the optimal strategy of fame A is also to advertise. അതുകൊണ്ട് തന്നെ ഫെയിം ബിക്ക് ഡൊമിനന്റ് സ്ട്രാറ്റജി അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫെയിം ബി അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സ്വീകരിക്കുക. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഫെയിം എ എന്ത് ചെയ്യും? അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും 4-3 എന്നുള്ളതായിരിക്കും അവരുടെ ഔട്ട്കം ആയിട്ട് വരുന്നത്. കാരണം ഫെയിം ബി അഡ്വർടൈസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഡൊമിനന്റ് സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് അവർ ഫെയിം എ കൺസിഡർ ചെയ്യാതെ അഡ്വർടൈസ് ചെയ്യുക തന്നെ ചെയ്യും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടി. അത് മനസ്സിലാക്കിക്കൊണ്ട് ഫെയിം എ എന്ത് ചെയ്യും? അഡ്വർടൈസ് ചെയ്യും. കാരണം ഫെയിം ബി അഡ്വർടൈസ് ചെയ്താൽ ഫെയിം എയും അഡ്വർടൈസ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പ്രോഫിറ്റ് നല്ല നിലയിലേക്ക് എത്തിക്കാൻ കഴിയൂ. This is the Nash equilibrium named after John Nash, mathematician and 1994 Nobel Prize winner who first normalized the notion in 1951. The Nash equilibrium is a situation in which each player chooses an optimal strategy given the strategy chosen by the other player. അതായത് നാഷ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ ഒപ്പോണന്റിന്റെ സ്ട്രാറ്റജിയെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഫെയിം ഒപ്റ്റിമൽ സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനെയാണ് നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്നാൽ ഡൊമിനന്റ് സ്ട്രാറ്റജി എന്തായിരുന്നു? ഒപ്പോണന്റിന്റെ സ്ട്രാറ്റജിയെ കൺസിഡർ ചെയ്യാതെ ഒരു ഫെയിം ഒപ്റ്റിമം സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫെയിം സ്വന്തമായിട്ട് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡൊമിനന്റ് സ്ട്രാറ്റജി എന്ന് പറയും. എന്നാൽ നമ്മുടെ ഒപ്പോണൻസിന്റെ സ്ട്രാറ്റജിയെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എതിർവശത്തുള്ള ഫെയിമിന് അല്ലെങ്കിൽ റൈവൽ ഫെയിമിന് ഒപ്റ്റിമൽ സ്ട്രാറ്റജിയിൽ എത്താൻ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നാഷ് ഇക്വിലിബ്രിയം എന്നും പറയും. ദി പ്രിസണേഴ്സ് ഡിലേമ ഗെയിം തിയറിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിസണേഴ്സ് ഡിലേമ. ഒലിഗോപോളിസ്റ്റിക് ഫേംസ് ഓഫൺ ഫേസസ് എ പ്രോബ്ലം കോൾഡ് ദി പ്രിസണേഴ്സ് ഡിലേമ. ദിസ് refers to a situation in which each firm adopts its dominant strategy but each could do better by cooperating. The name Prisoner's Dilemma was first used in 1915 by Canadian mathematician. Canadian mathematician ആയിട്ടുള്ള ആൽബർട്ട് ഡബ്ല്യു ടക്കർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രിസണേഴ്സ് ഡിലേമ എന്നുള്ള പേര് 1950 കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴിയാണ് ഈ ഒരു ഗെയിം തിയറിയെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് പ്രിസണേഴ്സ് ഡിലേമയുടെ സെനാരിയോ എന്ന് നോക്കാം. റോബിൻ ആൻഡ് ടോം ആർ പ്രിസണേഴ്സ്. 2 പ്രിസണേഴ്സിനെയാണ് ഇവിടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, റോബിനും ടോമും. They have been arrested for a petty crime of which there is a good evidence of their guilt. If found guilty, they will receive a 2-year sentence. അതായത് ഈ 2 പ്രിസണേഴ്സ് ഒരു പെറ്റി ക്രൈമാണ് ചെയ്തിട്ടുള്ളത്. അവര് എന്താണ്, അവരുടെ ഗിൽറ്റി അവർക്ക്
പ്രൂവ് ചെയ്യാൻ കഴിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അവർ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് 2 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും. During the interview, the police officer becomes suspicious that the 2 prisoners are also guilty of a serious crime, but is not sure he has any evidence. അതായത് പോലീസ് ഓഫീസറെ സംബന്ധിച്ച് ഈ 2 പ്രിസണേഴ്സിനും അവർ ഗിൽറ്റി ചെയ്തു എന്നുള്ളതിന് മതിയായിട്ടുള്ള തെളിവ് എവിഡൻസ് അവിടെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റോബിൻ ആൻഡ് ടോം ആർ പ്ലേസ്ഡ് ഇൻ സെപ്പറേറ്റ് റൂംസ് ആൻഡ് കനോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. റോബിനെയും ടോമിനെയും എന്ത് ചെയ്തു? 2 റൂമിലാക്കി. അവർക്ക് പരസ്പരം ഒരു രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 2 റൂമിലാക്കിയിട്ട് അടച്ചു. എന്നിട്ട് ദ പോലീസ് ഓഫീസർ tries to get them to confess to the serious crime by offering them some option with possible payoffs. എന്നിട്ട് അവർക്ക് മുന്നിൽ കുറച്ച് ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുകയാണ്. അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. The options: each is told that if they both confess to the serious crime, they will receive a sentence of 3 years. ഇതാണ് അവരുടെ പേ ഓഫ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് കാണുന്നത്? 2 പേരും കോൺഫസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 2 പേരും കുറ്റം ചെയ്തതായി സമ്മതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2 പേർക്കും 3 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും. ഇനി ഒരാൾ സമ്മതിച്ചു, മറ്റാള് അത് സമ്മതിച്ചില്ല. അപ്പോൾ സമ്മതിച്ച ആൾക്ക് 1 ഇയറേ കിട്ടും, പക്ഷെ സമ്മതിക്കാത്ത ആൾക്ക് 10 വർഷത്തെ തടവ് ലഭിക്കും. ഈ ഒരു വ്യത്യാസം നോക്കുക, 3 വർഷത്തിൽ നിന്നും 10 വർഷമായി മാറും. ഇനി അതുപോലെ തന്നെ സെയിം, മറ്റാൾ ഡിനേ ചെയ്ത ആൾക്ക് 10 വർഷത്തെ തടവും കോൺഫസ് ചെയ്ത ആൾക്ക് 1 വർഷത്തെ തടവുമാണ് ലഭിക്കുന്നത്. ഇനി 2 പേരും ഡിനേ ചെയ്താൽ, 2 പേരും കുറ്റം ചെയ്തതായി സമ്മതിക്കാതിരുന്നാൽ 2 വർഷത്തെ തടവും മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ ഈ പ്രിസണേഴ്സ് ഡിലേമയിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവർ 2 പേരും അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ടോം അസ്യൂം ചെയ്യുന്നത് റോബിനെ മാക്സിമം നഷ്ടത്തിലെത്തിക്കുക എന്നുള്ളതാണ്. റോബിൻ അസ്യൂം ചെയ്യുന്നതോ ടോമിനെ മാക്സിമം നഷ്ടത്തിലെത്തിക്കുക എന്നുള്ളതാണ്. 2 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 2 പേർക്കും അറിയാം 2 പേരും 2 പേരുടെയും നാശത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. റോബിൻ അവിടെ പ്രവർത്തിക്കുക ടോമിന്റെ നാശത്തിന് വേണ്ടിയിട്ടും, ടോം പ്രവർത്തിക്കുക റോബിന്റെ നാശത്തിന് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് ടോമിനറിയാം റോബിൻ തന്റെ നാശത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, റോബിനറിയാം ടോം തന്റെ നാശത്തിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അവർക്ക് 2 പേർക്കും ഈ പേ ഓഫ് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ടോം വിചാരിക്കും തനിക്ക് മാക്സിമം ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യം സമ്മതിക്കുമെന്നായിരിക്കും ആര് വിചാരിക്കുന്നത്? ടോം വിചാരിക്കുന്നത്. അതായത് ടോം വിചാരിക്കുന്നത് ടോമിന് കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് റോബിൻ എന്ത് ചെയ്യും, ശിക്ഷ സമ്മതിക്കും. അതുകൊണ്ട് സമ്മതിച്ചാൽ റോബിൻ സമ്മതിച്ചു, ടോം ഡിനേ ചെയ്താൽ ടോമിന് 10 വർഷത്തെ ശിക്ഷയും റോബിന് 1 വർഷത്തെ ശിക്ഷയും ലഭിക്കും. ഇനി റോബിൻ വിചാരിക്കുന്നത് എന്താണ്? തനിക്ക് റോബിന് കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ടോം എന്ത് ചെയ്യും, അവരുടെ കുറ്റം സമ്മതിക്കും. അതുകൊണ്ട് റോബിന് 10 വർഷത്തെ ശിക്ഷയും ടോമിന് 1 ഇയർത്തെ ശിക്ഷയും ലഭിക്കും. അതുകൊണ്ട് തന്നെ 2 പേരും എന്താ വിചാരിക്കുക, അവർ കൺഫസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെന്തിലെത്തും, 2 പേരും കൺഫസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. 2 പേരും എന്ത് ചെയ്യും, കുറ്റം സമ്മതിക്കും. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ ഒപ്പോണന്റിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് 2 പേർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരുന്നാൽ അവരുടെ ശിക്ഷ 1 വർഷം കുറക്കാമായിരുന്നു. 3 ഇയർ എന്നുള്ളത് 2 ഇയേഴ്സ് ആക്കിയിട്ട് കുറക്കാമായിരുന്നു. പക്ഷെ അവരുടെ ഈ ഒരു മനസ്സ് കാരണം, അതായത് ഒപ്പോണന്റിനെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കാരണം അവരുടെ 2 പേരുടെയും ശിക്ഷ എന്തായി മാറി, 3 ഇയർ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇതാണ് പ്രിസണേഴ്സ് ഡിലേമ. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, പ്രിസണേഴ്സ് ഡിലേമയിൽ 2 പേരും മാക്സിമം സ്ട്രാറ്റജിയിലല്ല എത്തിച്ചേരുക. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒപ്പോണന്റിനെ തകർക്കുക എന്നുള്ളതാണ്. അതിനെയാണ് പ്രിസണേഴ്സ് ഡിലേമ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി. First one, mini-max. A mini-max strategy is one where the player attempts to earn the maximum possible benefit available. Available ആയിട്ടുള്ള ബെനിഫിറ്റിൽ നിന്നും മാക്സിമം പോസിബിൾ ബെനിഫിറ്റ് ആയിരിക്കും ആര് ചൂസ് ചെയ്യുന്നത്, പ്ലെയർ ചൂസ് ചെയ്യുന്നത്. This means they will prefer the alternatives which includes the chance of achieving the best possible outcomes even if a highly unfavorable outcome is possible. This strategy, often referred to as the best of the best, is often as naive and
overly optimistic strategy in that it assumes a highly favorable environment for decision making. The best payoff for Robin from confessing is 1 year, and the best payoff from denying is 2 years. So that best of the best is to confess 1 year. അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്നും മിനിമത്തിൽ നിന്നും മാക്സിമം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മിനിമാക്സിന്റെ സ്ട്രാറ്റജി. അതാണ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. അവൈലബിൾ ആയിട്ടുള്ള പേ ഓഫിൽ 1 ഇയറും 2 ഇയറുമാണ്. കൺഫസ് ചെയ്താൽ 1 ഇയറും ഡിനൈ ചെയ്താൽ 2 ഇയറും. അപ്പോൾ അവരെന്ത് ചെയ്യും? കൺഫസ് ചെയ്യും. അപ്പോൾ 1 ഇയർ ശിക്ഷ മാത്രമേ ലഭിക്കൂ. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ. അതുകൊണ്ട് തന്നെ ലഭ്യമായിട്ടുള്ള ഔട്ട്പുട്ടിൽ നിന്നും ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മിനിമാക്സ് സ്ട്രാറ്റജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമത്തിൽ നിന്നും മാക്സിമം സെലക്ട് ചെയ്യുക. ഇനി മാക്സിമം സ്ട്രാറ്റജി എന്ന് പറയുന്നത് മിനിമാക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മാക്സിമത്തിൽ നിന്നും മിനിമം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എ മാക്സിമം സ്ട്രാറ്റജി ഈസ് വെർ എ പ്ലെയർ ചൂസസ് ദി ബെസ്റ്റ് ഓഫ് ദി വേഴ്സ്റ്റ് പേ ഓഫ്. വേഴ്സ്റ്റ് പേ ഓഫ്സിനെ എടുത്തിട്ട് അതിൽ നിന്നും ബെസ്റ്റ് സെലക്ട് ചെയ്യുക. ദിസ് ഈസ് കോമൺലി ചൂസൺ വെൻ എ പ്ലെയർ കനോട്ട് റിലൈ ഓൺ ദി അതർ പാർട്ടി ടു കീപ് എനി എഗ്രിമെന്റ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ്, ഫോർ എക്സാമ്പിൾ ടു ഡിനൈ. In the prisoner's dilemma, the worst payoff Robin from confessing is to get 3 years, and the worst payoff from denying is 10 years. Therefore, the best of the worst is to കോൺഫസ്. ഇതില് ബെസ്റ്റ് ഓഫ് ദി വേഴ്സ്റ്റ്, വേഴ്സ്റ്റിലെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? കോൺഫസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കോൺഫസ് ചെയ്താൽ 3 ഇയേഴ്സും ഡിനൈ ചെയ്താൽ 10 ഇയേഴ്സുമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? കോൺഫസ് ചെയ്യും. അതുകൊണ്ട് 3 ഇയേഴ്സ് ഏറ്റവും ബെസ്റ്റ്. മിനിമത്തിൽ നിന്നും മാക്സിമം സെലക്ട് ചെയ്യുക മീൻസ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ദിസ് കേസ് ബോത്ത് ദി മാക്സിമിൻ ആൻഡ് മിനിമാക്സ് സ്ട്രാറ്റജീസ് വുഡ് ബി ടു കോൺഫസ്. വെൻ ദിസ് ഒക്കേഴ്സ് ഇറ്റ് ഈസ് സെഡ് ടു ബി ദി ഡൊമിനന്റ് സ്ട്രാറ്റജി. രണ്ടിലും മിനിമാക്സിലും മാക്സിമിനിലും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കോൺഫസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഫസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഡൊമിനന്റ് സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.